നാമപുസ്തകമാണമേ. അവർ രാജ്യഭരണമേ അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നീ ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിന്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിന്റെ അളവ് നൂൽപിടിച്ചതാര്? പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദേവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടതുമാര്? ഗർഭത്തിൽ നിന്നും സമുദ്രം പൊട്ടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥ കടിച്ചു തടഞ്ഞവനാൽ അന്ന് ഞാൻ മേഘങ്ങളെ അതിനുടുപ്പും കൂരിരുട്ടിനെ അതിനുടയാടയുമാക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കഥകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറമരുത്. ഇവിടെ നിന്റെ ഉചിതമായ തിരമാലകൾ നിൽക്കണം. ജീവിതം തുടങ്ങിയതിനു ശേഷം എന്തെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഒളിസംഖ്യയിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ? മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു. ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു, അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിന്റെ ഉറവുകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴങ്ങൾ വരണമേ എന്റെ ഹൃദയത്തിൽ
സഭയുടെയും രാഷ്ട്രത്തിന്റെയും നിയമമനുസരിച്ച് വിവാഹ